ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് പേരുകളാണ് ഉമർ ഖാലിദും രോഹിത് വെമുലയും. വർഷങ്ങളായി വിചാരണയില്ലാതെ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദ് അടുത്തിടെ ജയിലിൽ നിന്ന് ഒരു കത്തെഴുതി. ആ കത്ത് കേവലം വ്യക്തിപരമായ ഒന്നല്ല, മറിച്ച് രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ രാഷ്ട്രീയ ഐക്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. രോഹിത് വെമുലയുടെ 8ാം ചരമവാർഷികത്തിനോടനുബന്ധിച്ച് എഴുതിയ ആ കത്തിലെ പ്രസക്തമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. UAPA ചുമത്തപ്പെട്ട് 3 വർഷത്തിലേറെ ജയിലിൽ കഴിയുകയാണ് ഉമർ ഖാലിദ്. എന്നാൽ ഇരുമ്പഴികൾക്കുള്ളിലിരുന്നും അദ്ദേഹം പുറം ലോകത്തോട് സംവദിക്കുന്നത് അംബേദ്കറൈറ്റ് രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. രോഹിത് വെമുല എന്ന ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി. നമ്മുടെ വ്യവസ്ഥിതിയുടെ ഇരയായി മാറിയ ആ യുവാവിൻ്റെ ഓർമ്മകൾ ഉമറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഈ കത്ത് വ്യക്തമാക്കുന്നു. ഈ കത്തിൽ ഉമർ ഖാലിദ് ഊന്നിപ്പറയുന്ന പ്രധാന കാര്യം ദളിത് മുസ്ലിം ഐക്യമാണ്. ജയ് ഭീം സിന്ദാബാദ് എന്ന മുദ്രാവാക്യം കേവലം ശബ്ദങ്ങളല്ല, മറിച്ച് അത് ഭരണഘടനാപരമായ അവകാശങ്ങൾക്കായുള്ള പോരാട്ടമാണെന്നും അദ്ദേഹം പറയുന്നു. രോഹിത് വെമുലയുടെ പോരാട്ടം ദളിത് അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് എല്ലാത്തരം അടിച്ചമർത്തലുകൾക്കും എതിരെയായിരുന്നുവെന്ന് ഉമർ ഓർമ്മിപ്പിക്കുന്നു. ഭരണകൂടം ഭീകരവാദിയായി മുദ്രകുത്തിയ ഉമറും ജാതീയതയാൽ വേട്ടയാടപ്പെട്ട രോഹിത്തും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്ന് ഈ ലേഖനം അടിവരയിടുന്നു. ബാബാ സാഹിബ് അംബേദ്കറുടെ ആശയങ്ങളെക്കുറിച്ച് കത്തിൽ ഉമർ വാചാലനാകുന്നുണ്ട്. നീതി നിഷേധിക്കപ്പെടുമ്പോൾ, ഭരണഘടനയെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങേണ്ടി വരുമ്പോൾ അംബേദ്കർ എങ്ങനെയാണ് ഒരു വെളിച്ചമാകുന്നതെന്ന് അദ്ദേഹം വിവരിക്കുന്നു. ജയിലിനുള്ളിലെ ഏകാന്തതയിൽ തനിക്ക് കൂട്ട് അംബേദ്കറുടെ പുസ്തകങ്ങളും രോഹിത് വെമുല ബാക്കി വെച്ചുപോയ രാഷ്ട്രീയവുമാണെന്ന് ഉമർ പറയുന്നു. നമ്മെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ അറിവും ഐക്യവുമാണ് ഏറ്റവും വലിയ ആയുധമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. രോഹിത് വെമുല തൻ്റെ അവസാന കത്തിലെഴുതിയത് എൻ്റെ ജനനം ഒരു അപകടമായിരുന്നു എന്നാണ്. എന്നാൽ ഉമർ ഖാലിദ് പറയുന്നത് രോഹിത്തിൻ്റെ ജീവിതവും മരണവും ഇന്ത്യയിലെ യുവത്വത്തിന് ഒരു പുതിയ രാഷ്ട്രീയബോധം നൽകി എന്നാണ്. താൻ നേരിടുന്ന തടവ് ശിക്ഷയേക്കാൾ ഭീകരമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അവകാശ ലംഘനമെന്ന് ഉമർ തിരിച്ചറിയുന്നു. ഞങ്ങൾ തോറ്റുപോയിട്ടില്ല എന്ന ശക്തമായ സന്ദേശമാണ് ആ കത്ത് നൽകുന്നത്. ഉമർ ഖാലിദിൻ്റെ ഈ കത്ത് ഒരു രേഖയാണ്. വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഭാഷയിൽ എഴുതിയ ഒരു രേഖ. രോഹിത് വെമുലയുടെ ഓർമ്മകൾ മരിക്കുന്നില്ലെന്നും അത് ഉമർ ഖാലിദിനെ പോലെയുള്ളവരിലൂടെ ജ്വലിച്ചു നിൽക്കുന്നുവെന്നും ക്വിൻറ്റിലെ ഈ ലേഖനം നമ്മളോട് പറയുന്നു.